ഗൈസ്, ഷീലന്ന് വലിയൊരു പാക്കേജ് വന്നിട്ടുണ്ട്. I'm so excited to open this. കണ്ടു നിൽക്കാൻ വയ്യ ഗൈസ്. പുറത്ത് നമുക്ക് അകത്ത് പോയി ഇതിൽ എന്താണെന്ന് നോക്കാം. Come on guys. അമ്മേ, എന്റെ കൈ എന്താണ് ഇതിൻ്റെ അകത്ത്? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എനിക്ക് വന്നൊരു ബിഗ് പാക്കേജ് ആണ്. കാണിച്ചു തരാം. അയ്യോ, ഇതാണ് ഐറ്റം. നിങ്ങൾ ഓൾറെഡി കണ്ടു കാണുമല്ലോ അല്ലേ സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. എൻ്റെ കാലിലോട്ടാട്ടോ വീണേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതെനിക്ക് ഷീനിൽ നിന്ന് വന്ന പാക്കേജാണ് കേട്ടോ. ഷീൻ ഞാനുമായിട്ട് കാനഡയിൽ വന്നിട്ട് ചെയ്യുന്ന ആദ്യത്തെ കൊളാബാണ്. എന്തൊക്കെയാണ് ഇതിലുള്ളത് കാണാൻ വേണ്ടി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ കത്തിയൊക്കെ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു സൈഡ് പൊട്ടിയിരിക്കുമെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ നിന്ന് പൊട്ടിക്കാം. ഗൈസ്, ഞാൻ ഈ വലിയ പെട്ടി എടുത്ത് കമത്താൻ പോവാണ്. ഗൈസ്, നമുക്ക് ഒരുമിച്ച് സാധനങ്ങൾ എടുത്തിടാം. എൻ്റെ അമ്മേ, സാധനമൊക്കെ പൊട്ടിപ്പോന്നേ, ബോക്സ് ഒക്കെ പൊട്ടിപ്പോന്നേ. ഇപ്പൊ കൊറേ ഉണ്ടല്ലോ ഗൈസ്. എനിക്കിത് പൊട്ടിക്കാനൊരു സമാധാനം ഇല്ല. അപ്പോൾ ഞാനും ഷീനുമായിട്ട് ചെയ്യുന്ന ആദ്യത്തെ കൊളാബറേഷൻ ആണ് കേട്ടോ കാനഡയിൽ വന്നതിന് ശേഷം. സോ ആദ്യം എനിക്ക് ഇവരുടെ മെസ്സേജ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഫേക്ക് ആണോ, എത്രത്തോളം ജെന്യൂൻ ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. സോ ഞാൻ എന്തൊക്കെയാണ് വേണ്ടത്, എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ കോഡും കാര്യങ്ങളെല്ലാം അയച്ചു കൊടുത്തു. 10-25 ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. കിരണും എനിക്കുമായിട്ട് ഞാൻ ഓർഡർ ചെയ്തതാ. 2 ആഴ്ചക്കുള്ളിൽ എത്തിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ കാര്യം വിട്ടുപോയി ആക്ച്വലി. ബിക്കോസ് നമുക്ക് കൈ കിട്ടിയാലേ എത്രത്തോളം ഇത് ശരിക്കും ഉള്ളതാണെന്ന് അറിയാൻ പറ്റുള്ളൂ. സോ ഇന്ന് ഈ പാക്കേജ് വന്നപ്പോൾ ഐ എം ലൈക്ക് സോ ഹാപ്പി. എത്രയും നാൾ കൂടി ആദ്യമായിട്ടാണ് നമുക്ക് ഷീനിൻ്റെ ഒരു കൊളാബറേഷൻ വരുന്നത്. ഞാൻ നാട്ടിലായിരുന്നപ്പോൾ സ്ഥിരമായിട്ട് ഇന്ത്യയിൽ, അപ്പോൾ ആ സമയത്ത് ഷീൻ ബാൻഡ് അല്ലായിരുന്നു, സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു ഷീനിന്ന്. പിന്നെ ബാൻഡ് ആയിപ്പോയി. പിന്നെ എനിക്കൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടെ വന്നിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ കൊളാബ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സോ ഓരോന്നായിട്ട് നമുക്ക് എന്താ പറയുക തുറന്നു നോക്കാം എന്തൊക്കെയാണ് ഐറ്റംസ് എന്ന്. ഇച്ചിരി വെള്ളം കുടിക്കിട്ടോ, ആയിക്ക് ഭയങ്കരമായിട്ട്. കിരണം ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. കാരണം കിരണിന് വേണ്ടി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റാൻഡമായിട്ട് ഓരോന്നും എടുക്കുക, അങ്ങനെ ഇന്നൊന്നും പറഞ്ഞെടുക്കുന്നില്ല. അപ്പോൾ ഫസ്റ്റ് വൺ എനിക്ക് കിട്ടുന്നത് സ്വെറ്റർ ടൈപ്പാണ്. മിക്കവാറും കിരണിനുള്ളതായിരിക്കും എന്ന് തോന്നുന്നു. എനിവേ, നമുക്ക് ഫസ്റ്റ് ഡ്രസ് എടുത്ത് നോക്കാം. ഡ്രസ്സാണോ എന്താണോ സ്വെറ്ററാണോ? ഓ, ഇത് മറ്റേ കോഡ് സെറ്റ്. ഇതെനിക്കാണോ? നിനക്ക് ഇതെനിക്ക്? അയ്യോ, ഇതെനിക്കാട്ടോ. ഈ ക്ലൈമറ്റിന് വിന്ററിന് ഇടാൻ പറ്റുന്നതാണ് എല്ലാം എടുത്തേക്കുന്നത്. എല്ലാം നല്ലൊരു 90% വിന്റർ ഇടാൻ പറ്റുന്നതാണ്. ഈ വിന്ററിന് പ്രോപ്പർ ഒരു വിന്റർ വെയർ ആണ്. ഭയങ്കര കോസി ഐറ്റമാണ്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതൊക്കെ ഇടാൻ ഐ എം സോ എക്സൈറ്റഡ്. എവിടെയെങ്കിലും പോകുമ്പോൾ വേണം ഇനി അടുത്ത് ഇടാനായിട്ട്. നമ്മൾ ആദ്യം എടുത്ത പ്രൊഡക്റ്റ് തന്നെ ഭയങ്കര അടിപൊളിയാണ്. ഷീനിലെ എല്ലാം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നാട്ടിലായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഐറ്റം എന്താണെന്ന് പറഞ്ഞു നോക്കാം. ഇത് എനിക്കുള്ളതാണോ നിനക്കുള്ളതാണോ? എനിക്കുള്ളതാണല്ലേ. ഓക്കെ. ഓ മൈ ഗോഡ്, ഇതൊക്കെ സൈസ് കറക്റ്റ് ആയിരിക്കും ഒന്നും ഇനി? ഈശ്വര, ആയിരിക്കുമല്ലേ? ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് കുറച്ച് സൈസിലോട്ടാവും. ഇതുകൊണ്ട് ഒരു ക്യൂട്ട് സ്വെറ്റർ അല്ലേ. ഇതിൻ്റെ വേറെ കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഈ ഷെയ്ഡാണ് ഇഷ്ടമായത്. എനിക്കധികം ഇല്ലാത്ത ഷെയ്ഡ്സ് ആണ് ഈ പ്രാവശ്യം സെലക്ട് ചെയ്ത് കൊടുത്തിരുന്നത്. ഓക്കെ, ഇതും അടിപൊളിയായിട്ടുണ്ട്. നെക്സ്റ്റ് ഇതെടുക്കാം. ഇത് കിരണിൻ്റെ ആട്ടോ. ഇത് ഓർമ്മയുണ്ട്, ഇത് കോൺസെപ്റ്റ് ആണ്. പുറകിലിരുന്ന് ചിരിക്കുകയാണ് പ്ലീസ്. ഓക്കേ, ഇങ്ങനത്തെ ഒരു സ്വെറ്ററും പിന്നെ ഇത് അതിൻ്റെ പാൻറ്റും സെയിം കളർ. ഞാൻ കിരണിന് വേണ്ടിയിട്ട് കുറച്ചധികം നാളായിട്ട് നാട്ടിൽ പോയപ്പോഴും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു കോഡ് സെറ്റ്. പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നൊന്നും കിട്ടിയില്ല. അപ്പോൾ ഈ കളർ, ഇങ്ങനത്തെ കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചൊരു ഡാർക്ക് കളറും ആയിരിക്കണം, കംഫർട്ടബിൾ ടു വെയർ, കാണുമ്പോഴും കുറച്ച് എന്താ പറയുക ഐ പ്ലീസിങ് ആയിരിക്കണം. അങ്ങനത്തെ ഒന്നും എനിക്ക് അത്ര കിട്ടിയില്ല. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാ. ഗുഡ്, റിയലി ഗുഡ്. ഇഷ്ടമായോ? ഓക്കെ, അപ്പോൾ കിരണിൻ്റെ ആണിത്. ഇനി നമുക്ക് ഇതും കിരണിൻ്റെ ആട്ടോ. അപ്പോൾ ഇതൊരു സ്വെറ്റർ ഗൈസ്. ഓ, ഇത് ഭയങ്കര വലുതാണല്ലോ. പക്ഷെ എങ്ങനെയുണ്ട് കാണാൻ? പൊളിയായിരുന്നു. നോക്കാം,
മറ്റേ വലിയ ടൈപ്പ് ആണെങ്കിൽ ഇത് പക്ഷെ ഭയങ്കര വലുതാ. ഭയങ്കര എന്താ പറയാ, തണുപ്പ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന പോലത്തെ മെറ്റീരിയലാണ്. പക്ഷെ ഇച്ചിരി വലുതാകിരുന്നു. അതുകൊണ്ട് നമുക്ക് നോക്കാം ഇടാൻ പറ്റുമോന്ന്. ഓക്കെ, എനിവേ ഞാൻ അടുത്ത പൊട്ടിക്കാൻ പോവാ. എനിക്കാണെങ്കിൽ ഡ്രസ്സൊക്കെ കാണാനായിട്ട് വൈകി ഇങ്ങനെ തുറക്കാൻ കൊതിയാവുള്ളൂ. ഇതെനിക്ക് ഓവർകോട്ടാ കേട്ടോ. ഇത് എനിക്കുള്ള ഓവർകോട്ടാ. ഈ കളർ എനിക്കില്ലായിരുന്നേ, ഷ്രഗ്. അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ മിക്ക പർച്ചേസും ഞങ്ങൾ ചെയ്തേക്കുന്നത് വിന്റർ വെയർ ക്ലോത്ത്സ് ആണ് ഇതിൽ മിക്കതും. അപ്പോൾ അങ്ങനെ എനിക്കില്ലാത്തൊരു കളർ നോക്കി ഞാൻ ഷ്രഗ് എടുത്തതാ. ഇതൊക്കെ ഇട്ട് നോക്കിയാലേ അതിൻ്റെ ഒരു ഇത് അറിയാൻ പറ്റുള്ളൂ. നിങ്ങളെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോന്ന് തുറന്ന് നോക്കുവാണ് ഇപ്പം തന്നെ. ഇത് എനിക്കുള്ളതാ. ഇതെനിക്കുള്ള എന്താ സ്വെറ്ററാണ് കേട്ടോ. എല്ലാം ഷോർട്ട് സ്വെറ്റേഴ്സാണ് ഞാൻ കൂടുതലും എടുത്തേക്കുന്നത്. എങ്ങനെയുണ്ട്? നല്ല കളർ കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കളേഴ്സ് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അധികം ഇല്ലാത്ത കളേഴ്സുമാണ്, പക്ഷെ എനിക്ക് ഇഷ്ടവുമാണ്. എനിവേ ഇതും കൊള്ളാം. ഇത് ഡ്രസ്സായിരുന്നോ? ഇത് ഞാൻ വേണ്ടി വിചാരിച്ചത് എടുത്തിട്ടില്ലായിരിക്കും, ക്യാൻസൽ ചെയ്ത് കളഞ്ഞാണ്. ക്രിസ്മസ് ഡേ ഇടാൻ വേണ്ടിയിട്ട് എടുത്തൊരു ഡ്രസ്സാട്ടോ, റെഡ്. കൊള്ളാം. ഇത് കറക്റ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? ഇവിടെ വെരി സോഫ്റ്റ്. കൊള്ളാം. നീ ഇത് വേണ്ട കേട്ടോ. ഇത് കോളറുള്ള ഒരു സ്വെറ്റർ, എക്സ്ട്രാ സ്മോൾ ആയിരുന്നത്. നല്ല രസമല്ലേ? എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പണ്ടെങ്ങാണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ ആ ഡ്രസ്സ് എനിക്ക് എവിടാന്ന് അറിയത്തില്ല. കൊള്ളാം, വെരി സോഫ്റ്റ്. ഇതിലെന്താണ് ഇത്? അല്ല, എന്റെ ആണോ നിന്റെ ആണോ? അല്ലടാ, നിന്റെ അല്ലേ ഈ കളറോ? എന്റെയാ, സോറി. ഫ്രാൻസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഫോട്ടോയിൽ കണ്ടപ്പോൾ വേറൊരു ലുക്കായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കണ്ടിട്ട് മനസ്സിലായില്ല ഇത് എന്റെ തന്നെ ആയിരുന്നു എന്ന്. ഇതൊരു ലൂസ് വെയർ കൈൻഡ് ഓഫ് ഒരു സാധനമാണ് കേട്ടോ. കുറച്ച് ഓവർ സൈസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഇത്. ഇത് അവനുള്ള പാൻറ്റാ. 2 പാൻസ് ഉണ്ട്, ഈ കളറും ഈ കളറും. വലുതാണോടാ? നീളം കൂടുതലാണോ? ആണോ? പക്ഷെ ആ ടൈപ്പാന്ന് തോന്നുന്നു, ലൂസ്. നീളം കൂടുതലല്ലേ? മടക്കി വെക്കാൻ പറ്റില്ലേ? ഓക്കെ, ഇത് മടക്കി വെക്കാൻ പറ്റുന്ന ടൈപ്പോ അല്ലെങ്കിൽ നമ്മൾ മടക്കി അടിക്കേണ്ടതല്ലോ മതിയായിരിക്കും മേ ബി. ഈ 2 പാൻറ് ഒരു സെറ്റ് ആയിട്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ അവന് വേണ്ടി വാങ്ങിച്ചത്. ഏതാ സൈസ്? മീഡിയം ആണ് രണ്ടും എടുത്തേക്കുന്നത്. നീളം കൂടുതലാണെങ്കിലേ ഉള്ളൂ. മെറ്റീരിയൽ വൈസ് എല്ലാം നല്ലതാണ്. ഭയങ്കര സോഫ്റ്റ് ആണ്, ഇറിറ്റേറ്റിംഗ് മെറ്റീരിയൽ ഒന്നും അല്ല. ഇത് എനിക്ക് തോന്നുന്നു എനിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. ഇതെന്റെ കൊള്ളാല്ലേ? ഹൈനെക്കും പിന്നെ സിബൊക്കെ ഉണ്ട്. ചെറിയൊരു സിബും ഹൈനെക്കും ഒക്കെ വന്നിട്ടുള്ളൊരു സ്വെറ്ററാണ്. കൊള്ളാം. എല്ലാം ലൂസ്. ഇപ്രാവശ്യം ഞാൻ അങ്ങനെ വലിയ ടൈറ്റ് ഒന്നും ഉള്ളതല്ല എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തൊരു കഴിഞ്ഞ കവറെല്ലാം ഞാൻ മാറ്റിയിരിക്കട്ടെ. ഓക്കെ, അപ്പൊ അടുത്തത് ഇതാണ്. ഇതൊരു ഇത് അവന്റെയാ, നിന്റെ അല്ലായിരിക്കും? മീഡിയമാ. ഇത് കിരണിനുള്ളൊരു സ്വെറ്ററാണ്. കിരൺ ഇങ്ങനത്തേക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ കുറച്ച് ലൂസായിട്ടും കിടക്കണം. ഇപ്പൊ വിന്ററും കൂടെ ആയതുകൊണ്ട് അങ്ങനെ എടുത്തതാ കേട്ടോ. ഓക്കെ, ഇനി കണ്ടിട്ട് നല്ല രസമുണ്ട്. എന്താന്ന് നോക്കട്ടെ. ഇത് ഒന്നും പറയുന്നല്ല, തുറന്നു നോക്കിയാലോ മനസ്സിലാവുള്ളൂ. ഇത് കിരണിന്റെ ആണ് അല്ലേടാ? നിനക്കുള്ളതാ മീഡിയം. എനിക്കല്ല, നിനക്ക് ഭയങ്കര. ഓക്കെ, ഇത് കിരണിന്റെ കേട്ടോ. അപ്പൊ മെറ്റീരിയൽ വൈസ് ഞാൻ പറഞ്ഞല്ലേ, വെരി സോഫ്റ്റ്, നല്ല സുഖമായിരിക്കും ഇടാനായിട്ട്. ഇതിന്റെ പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇന്നറാട്ടോ. ഇത് ഞാൻ വാങ്ങിക്കാൻ വേണ്ടി ഓൾറെഡി കാർട്ടിലിട്ടിരുന്നായിരുന്നു കേട്ടോ. അതെനിക്കപ്പം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനത്തെ എടുത്തു. 3 എണ്ണം ഇങ്ങനെ. ഇതാകുമ്പോൾ സ്ട്രാപ്പ് വരുന്നില്ല. നമുക്ക് ബാക്കിൽ ഇങ്ങനെ ഈ സ്ലീവ്ലെസ് ടോപ്പ് അല്ലെങ്കിൽ ഇത്രയും വരെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് ടോപ്സിൻ്റെ കൂടെയൊക്കെ ഇങ്ങനത്തെ ഇന്നർ വെയർ ബ്രാ ഇടുമ്പോഴത്തേക്കും ഇച്ചിരി നല്ല കംഫർട്ടബിൾ ആയിരിക്കും. സ്ട്രാപ്പ് ഒന്നും കാണത്തില്ല. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിച്ചിരുന്നു കേട്ടോ. ഓക്കെ, വെരി സോഫ്റ്റ് ആസ് ഐ സെഡ്, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ.
നമുക്കങ്ങനെ ഇടുമ്പോൾ ഭയങ്കര കുത്തിക്കൊള്ളുന്ന ടൈപ്പോ അല്ലെങ്കിൽ കുറേ നേരം ഇട്ട് കഴിയുമ്പോഴത്തേക്കും വേദന എടുക്കുന്ന ടൈപ്പോ ഒന്നും അല്ല. അങ്ങനത്തെ മെറ്റീരിയൽ അല്ല, ഭയങ്കര ഇടാൻ സുഖമുള്ളൊരു മെറ്റീരിയലാണ്. ഇതാണ് അടുത്ത ഐറ്റം. ഇനി ഓക്കെ, ഇതെന്റെ ക്രിസ്മസ് ഡ്രസ്സാണ്. ഇപ്പം ഞാൻ കാണിച്ചു തരുന്നില്ല എന്താന്ന്. ഞാൻ കിരണ് മാത്രമേ ഇപ്പോൾ കാണിച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ക്രിസ്മസ് ഫോട്ടോഷൂട്ടിന് ഇതായിരിക്കും ഇട്ട് നിങ്ങൾ കാണാൻ പോകുന്നത്. സൈസ് വൈസ് കറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്, എനിക്ക് ഇട്ട് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. ഷീന്ന് വാങ്ങിക്കുന്ന ഒരു മിക്ക ഡ്രസ്സും ട്രൂ ടു സൈസ് ആയിരിക്കും. വെരി റെയർ ആയിട്ട് സൈസ് പ്രശ്നങ്ങൾ വരാറുള്ളൂ. അപ്പോൾ മിക്കവാറും അതൊക്കെ കറക്റ്റ് സൈസ് ആയിരിക്കും. എനിവേ ഡ്രസ്സ് നിങ്ങളെ കാണിക്കില്ല. ക്രിസ്മസ് ഫോട്ടോഷൂട്ടിൻ്റെ ഫോട്ടോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സ് ഏതാണെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഐറ്റം. ഓക്കെ, ഇത് എൻ്റെ ആണെന്ന് തോന്നുന്നല്ലേ. എനിക്കുള്ള ഡ്രസ്സാണ്. ഡ്രസ്സ് ആയത് സ്വെറ്ററാണ്. ഇതെനിക്ക് ഇച്ചിരി വലുതാണ്. പക്ഷേ ആസ് ഐ സൈഡ് ഇപ്പം കുറച്ച് വലിയ ടൈപ്പൊക്കെ ട്രെൻഡിങ് ആണല്ലോ. സോ അങ്ങനെ ഞാനെല്ലാം എക്സ്ട്രാ സ്മോൾ എടുത്തു. ഇനി ഇതിലും ചെറുത് കാണില്ല. ഇതെന്തായിരുന്നു? ഇത് വേറൊരു ടൈപ്പ് ഇന്നറാണ്. ഇത് സ്ട്രാപ്പ് കാണാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനത്തെ ടൈപ്പ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഐറ്റം ഇത് കിരണിന് വേണ്ടിയിട്ടുള്ളതാണ്. കണ്ണൊക്കെ ഇങ്ങനെ ആകുന്നുണ്ട്. എന്താണ് ഐറ്റം എന്ന് കാണാൻ. ഓക്കെ, ഇങ്ങനെ ഉണ്ടോ? എല്ലാം കുറച്ച് മീഡിയം അല്ല. മീഡിയം നിനക്ക് വലുതാണോ? നീ ഷീനില്ലേ? ഓക്കെ, ഇതാണ് അപ്പൊ കിരണ് വാങ്ങിച്ച അടുത്ത സ്വെറ്റർ. വലുതാണോ? ഓക്കെ, എന്തായാലും ഇട്ട് നോക്കുക കേട്ടോ. ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനും കിരണ് ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കണം, പൈസ നോക്കാൻ. ഓക്കെ, അപ്പം അടുത്ത് എടുക്കാം. ഒരു സ്വെറ്റർ തന്നെ. മുമ്പത്തെ പോലെ തന്നെ വേറൊരു കളറാണേ ഉള്ളൂ. ഷോർട്ടായിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു അങ്ങനത്തെ സൈസുള്ള ഒരു സ്വെറ്റർ. ഓക്കെ, അപ്പോൾ അടുത്ത് എന്താന്ന് നോക്കാം. ഇത് പാൻ്റ് ആണെന്ന് തോന്നുന്നു. പാൻറ് മാത്രമല്ല, ഇത് കോഡ് സെറ്റ് ആയിട്ടോ. എൻ്റെ അമ്മയെ പാൻറ്റിൻ്റെ ഒക്കെ നീളം എനിക്ക്. ഇത് ഭയങ്കര പൊക്കമുള്ള ചേച്ചിമാർക്ക് ഇടുന്ന സാധനമാണെന്ന് തോന്നുന്നു. എനിവേ, അയ്യോ പിടിച്ചു നോക്കിയെന്നെ, പഞ്ഞിമെത്ത പോലത്തെ മെറ്റീരിയൽ കൊള്ളാം കേട്ടോ. ഇതിൻ്റെ ടോപ്പ് അത് ഇങ്ങനെ വരുന്നത് വെരി സോഫ്റ്റ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള വലുതാണ്. ഇങ്ങനെ വരും. ഹുഡിയൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി രണ്ടെണ്ണം കൂടെ ഉള്ളൂ, 2 ഐറ്റംസും കൂടെ ഉള്ളൂ ഗൈസ്. നമ്മൾ ഏകദേശം തീരാറായി തുറന്ന്. ഇത് കിരണിനുള്ളതാട്ടോ. കിരണിൻ്റെ സൈസാണ് എനിക്കിനി ചെറിയൊരു ടെൻഷൻ. ഇതെനിക്കാണോ? വാവയുടെ ആണെന്ന് തോന്നുന്നത്. എൻ്റെ ആണോ? ഇത് എൻ്റെ ആണോ കിരണിൻ്റെ ആണോ എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ചിലപ്പോൾ എൻ്റെ ആയിരിക്കും, ചിലപ്പോൾ കിരണിൻ്റെ ആയിരിക്കും. ഇത് ചിലപ്പോൾ എൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇട്ട് നോക്കാം അല്ലേ? ഇട്ട് നോക്കുമ്പോഴേ ഐഡിയ കിട്ടത്തുള്ളൂ. ഇത് ഞാൻ മറന്നു, എനിക്ക് വേണ്ടിയായിരുന്നോ കിരണിന് വേണ്ടിയാണോ വാങ്ങിച്ചതെന്ന്. എനിവേ സംഭവം കൊള്ളാം. അപ്പം ഇനി എനിക്ക് വാങ്ങിച്ചൊരു തേർമൽ വെയർ ആണ് കേട്ടോ. ഷീന്ന് ഓൾറെഡി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് തേർമൽ വെയർ നേരത്തെ. ഉള്ളിൽ താഴെ സോക്സ് പോലെയാ, അങ്ങനെ നീളമുള്ള സോക്സിന് പകരം. ഐ മീൻ ഇത് ഇട്ട് കഴിഞ്ഞാൽ സോക്സ് ഒന്നും വേണ്ട, കാല് ഫുൾ കവർ ചെയ്യും, ഫീറ്റ് വരെ കവർ ചെയ്യും. ഇതുണ്ടോ ഉള്ളില്? എന്നാ അല്ലേ, ഭയങ്കര എന്നാ പറയാ, ഈ തേർമൽ വെയർ ആയതുകൊണ്ട് തന്നെ നല്ല ഒരു പിടിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. മറ്റേ ഫ്ലിംസി ഒന്നും അല്ല മെറ്റീരിയൽ, ശരിക്കും തേർമൽ വെയർ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഐറ്റം. ലാസ്റ്റ് അല്ല, സെക്കൻഡ് ലാസ്റ്റ് ഐറ്റം. ഇനി ലാസ്റ്റ് ഐറ്റം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നത് ഞങ്ങളുടെ ബെഡ് സെറ്റ് ആണ് കേട്ടോ. 4 എണ്ണം വരുന്നൊരു സെറ്റാണ്. ദാറ്റ് ഈസ് 2 പില്ലോ, ബെഡ്ഷീറ്റ്, പിന്നെ കംഫർട്ടറാന്ന് തോന്നുന്നു. എനിവേ തുറന്ന് നോക്കട്ടെ കേട്ടോ. നല്ല റേറ്റും ഉണ്ട്. ഇത് പില്ലോ കവർ. ഇതെന്താടാ, കംഫർട്ടർ തന്നെയാണോ? എനിക്കിത് തുറന്നു കഴിഞ്ഞാൽ മടക്കാൻ ഭയങ്കര പാടാണ്, തുറക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ഫിറ്റഡ് ബെഡ്ഷീറ്റും നോർമൽ ബെഡ്ഷീറ്റും 2 പില്ലോവും ആയിരിക്കും ഇവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് 4 എണ്ണത്തിൻ്റെ സെറ്റ് എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ എനിവേ ഇത്രയാണ് നമ്മുടെ ഐറ്റംസ്. ഇതായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ് ഐറ്റം, ബെഡ്ഷീറ്റിൻ്റെ പാക്ക്. ബെഡ്ഷീറ്റിൻ്റെ പാക്കറ്റും കൂടെ തുറന്നോടെ നമ്മുടെ ഈ ഹോൾ വീഡിയോ ഇവിടെ ഖത്തം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തുറന്നൊരു പാക്കേജ് ആയിരുന്നു കേട്ടോ ഇത്. I'm really happy to collaborate with Shein, the Shein. അപ്പോൾ
ഇതിന്റെ ഇനിയിപ്പോൾ എനിക്ക് ഇട്ടൊക്കെ നോക്കണം, അതൊന്നും ഞാൻ വീഡിയോയിൽ എടുക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഈ എന്താ പറയുക, ഈ വലിയൊരു പെട്ടി നിങ്ങളെയും കൂടെ പൊട്ടിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ അപ്പം തന്നെ കൈയോടെ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ് സാധനങ്ങളെന്ന് എൻ്റെ കൂടെ തന്നെ അറിയാമല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ഹോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയാം. ഞാൻ കൂടുതൽ ഇനി വലിച്ചു നീട്ടുന്നില്ല, കാരണം എനിക്കിതൊക്കെ ഇട്ട് നോക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിനി. സോ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നൊക്കെ ഉള്ളത്. പിന്നെ വേറെ എന്തെങ്കിലും വീഡിയോ സജഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടെ ഞെക്കാൻ മറക്കരുത്. സോ ദാറ്റ് നിങ്ങൾക്ക് എപ്പോൾ ഞാൻ വീഡിയോ ഇട്ടാലും നോട്ടിഫിക്കേഷൻ കിട്ടും. ചിലർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നൊരു കംപ്ലയിൻറ്റ് ഞാൻ കേട്ടു. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ബെൽ ബട്ടണിലും കൂടെ ഓൾ, പേഴ്സണലൈസ്ഡ് അല്ല, ഓൾ വീഡിയോസ് ഞെക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.